ഇടുക്കി ജില്ലയിൽ ചരിത്ര വിജയം നേടി UDF. 2021 അഞ്ചിൽ 4 സീറ്റും LDFനായിരുന്നുവെങ്കിൽ ഇത്തവണ ജില്ലയിലെ 5 മണ്ഡലങ്ങളും സ്വന്തമാക്കിയിരിക്കുകയാണ് UDF. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും ഭരണവിരുദ്ധ വികാരവും UDFന് അനുകൂലമായി മാറിയെന്നാണ് വിലയിരുത്തൽ. ഇടുക്കിയിൽ UDFന് ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഏതായാലും കഴിഞ്ഞ 2021 നോക്കുകയാണെങ്കിൽ LDFന്റെ 4 മണ്ഡലങ്ങളുണ്ടായിരുന്നു. തൊടുപുഴയിൽ മാത്രമാണ് UDFന് ആധിപത്യം സ്ഥാപിക്കാനായത്. എന്നാൽ ഇത്തവണ 5 മണ്ഡലങ്ങളും UDFനൊപ്പം നിന്നു എന്ന് തന്നെയാണ് വാസ്തവം. ഏതായാലും ഇടുക്കിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ 5 തവണ ഇടുക്കിയിൽ വിജയിച്ച ആളാണ്. റോഷി അഗസ്റ്റിനെ ഇത്തവണ പരാജയപ്പെടുത്തിയിരിക്കുന്നത് റോയ് കെ പൗലോസ് ആണ്. ഏതായാലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് റോയ് കെ പൗലോസ് വിജയിച്ചിരിക്കുന്നത്. പിരിമേഡിലേക്ക് വരുവാണെങ്കിൽ പിരിമേഡ് CPയുടെ ഏക മണ്ഡലമാണ്. പിരിമേഡ് മണ്ഡലം കഴിഞ്ഞ 4 തവണ CP വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് പിരിമേഡ്. പിരിമേഡിൽ 2 തവണ കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സിറിയക് തോമസ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉടുമ്പൻചോലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സേനാപതി വേണുവാണ് വിജയിച്ചിരിക്കുന്നത്. മണിയാശാൻ 3 തവണയും അതോടൊപ്പം തന്നെ KK ജയചന്ദ്രൻ MLA ആയ ഒരു മണ്ഡലം കൂടിയാണ്. മണിയാശാൻ മന്ത്രിയായ ഒരു മണ്ഡലം കൂടിയാണ്. ഈ മണ്ഡലം ഇത്തവണ സേനാപതി വേണു കൈയടക്കി എന്ന് വേണം പറയാൻ. ഇടത് കോട്ടയെ അറിയപ്പെടുന്ന ഒരു മണ്ഡലം തന്നെയാണ് ഉടുമ്പൻചോല സേനാപതി വേണുവും വിജയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ നേരെ തൊടുപുഴയിലേക്ക് വന്നാൽ അബു ജോണാണ്. UDFന്റെ കോട്ടയാണ് തൊടുപുഴ. ഇത്തവണയും ഈ കോട്ട നിലനിർത്തി എന്ന് വേണം പറയാം UDF നേതൃത്വം. ഏതായാലും വലിയ പ്രതീക്ഷയായിരുന്നു UDFനുണ്ടായിരുന്നത്. പ്രചരണ രംഗത്ത് 3 മുന്നണികളും വലിയ ആവേശത്തിലായിരുന്നു. ദേവികുളം മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടന്ന ഒരു സ്ഥലമാണ് ദേവികുളം മണ്ഡലം. മുൻപ് CPMന്റെ MLA ആയിരുന്ന S രാജേന്ദ്രൻ BJPയിലേക്ക് കയറി. അതോടൊപ്പം തന്നെ A രാജ കഴിഞ്ഞ തവണ സിറ്റിംഗ് MLA ആയ A രാജയായിരുന്നു ഇത്തവണ LDFിൽ മത്സരിച്ചത്. UDF സ്ഥാനാർത്ഥിയായി പുതിയ മുഖം F രാജയാണ് UDF നേതൃത്വം കളത്തിലിറക്കിയത്. എന്നാൽ ഇതിൽ പറയാനുള്ളത് വലിയൊരു ത്രികോണ മത്സരം നടന്ന ദേവികുളം മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ വലിയ ആകാംക്ഷയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഓരോ റൗണ്ടും എണ്ണുമ്പോഴും 3 മുന്നണികളും മാറി മാറി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2 മുന്നണികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ദേവികുളം മണ്ഡലത്തിൽ നടന്നത്. ഏതായാലും BJP സ്ഥാനാർത്ഥിയായ S രാജേന്ദ്രന് 15,000-ലധികം വോട്ടുകൾ നേടാൻ സാധിച്ചു. തോട്ടമേഖലയിൽ വലിയൊരു വേരോട്ടം ഉണ്ടായെന്ന് തന്നെയാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായ F രാജ 5,000-ലധികം വോട്ട് നേടി വിജയിച്ചു എന്ന് വേണം പറയാൻ. സിറ്റിംഗ് MLA കൂടിയ A രാജ വിജയിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇടതുകോട്ടയ്ക്കുണ്ടായിരുന്നത്. എന്നാൽ ആ ഇടതുകോട്ടയുടെ എല്ലാ ആകാംക്ഷയും അല്ലെങ്കിൽ പ്രതീക്ഷയെല്ലാം തന്നെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെയാണ് UDF സ്ഥാനാർത്ഥിയും ദേവികുളം മണ്ഡലത്തിൽ വിജയിച്ചത്. ഇതോടെ 5 മണ്ഡലങ്ങളും UDFനോടൊപ്പം ചേർന്നു എന്ന് വേണം പറയാൻ. മുൻപ് ഓരോ പാർട്ടികൾ 3 മുന്നണികളും വലിയ പ്രചാരണ രംഗത്തിറങ്ങുമ്പോൾ വിജയം വലിയ രീതിയിലായിരുന്നു. തങ്ങൾക്കൊപ്പം വിജയം തങ്ങൾക്കാണെന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു. 3 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ജില്ലയെ അപേക്ഷിച്ച് നടത്തിയത്. ഏതായാലും അതെല്ലാം മാറി UDFനോടൊപ്പം തന്നെ ഈ ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളും ചേർന്നു എന്നുള്ളത് വലിയൊരു ആകാംക്ഷയായ വാർത്ത തന്നെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഏതായാലും UDF നേതൃത്വം വലിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഉള്ളത്. ചരിത്ര വിജയം കുറിക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് ഇടുക്കിയിലെ UDF നേതൃത്വമുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആനണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.